ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഉപ്പുവെള്ളം കയറാതിരിക്കാനായി നിർമ്മാണം പൂർത്തിയാക്കിയ ഇടിയഞ്ചിറ വളയം ബണ്ട് പൊളിച്ചു. മുല്ലശ്ശേരി കനാലിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയും സമീപത്തെ വീടുകൾ വെള്ളക്കെട്ടിലാവുകയും ചെയ്തതിനെ തുടർന്നാണ് വളയം ബണ്ട് പൊളിച്ചത്. ചാവക്കാട് ചേറ്റുവ ബൈപ്പാസിലെ കാനയുടെ സ്ലാബ് തകർന്നു. ആഴ്ചകൾക്ക് മുൻപ് പണിത കാനയുടെ സ്ലാബ് തകർന്നതിനെതിരെ UDF പ്രവർത്തകരുടെ പ്രതിഷേധം. പഴഞ്ഞി അരുവായി മുണ്ടകൻ പാടത്ത് നെൽകൃഷിക്ക് രോഗബാധ. നെല്ലിന്റെ വരൾച്ച മുരടിക്കുന്ന രോഗമാണ് പാടത്ത് പടരുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡിനെതിരെ ഗുരുതര ആരോപണം. തിരുവില്ലാമല ക്ഷേത്രത്തിന് ദാനമായി ലഭിച്ച ഭൂമി ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ സ്വന്തം പേരിലാക്കിയതായി വിജിലൻസിന് പരാതി. 14 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ മധ്യവയസ്കന് 5 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും ശിക്ഷ. ഇടക്കഴിയൂർ സ്വദേശി ഷംസുവിനെയാണ് ചാവക്കാട് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. വാർത്തകൾ വിശദമായി. പെരിങ്ങാട് പുഴയിൽ നിന്ന് ഉപ്പുവെള്ളം കാർഷിക മേഖലയിലേക്കും ജനവാസ മേഖലയിലേക്കും കയറാതിരിക്കാനായി കഴിഞ്ഞ ദിവസം നിർമ്മാണം പൂർത്തിയാക്കിയ ഇടിയഞ്ചിറ വളയം ബണ്ട് പൊളിച്ചു. മുല്ലശ്ശേരി കനാലിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയും സമീപത്തെ വീടുകൾ വെള്ളക്കെട്ടിലാവുകയും ചെയ്തതിനെ തുടർന്നാണ് വളയം ബണ്ട് പൊട്ടിച്ചത്. വളയം ബണ്ടിന്റെ തെക്കേ അറ്റത്ത് പെട്ടിക്കടയുടെ ഭാഗമാണ് പൊളിച്ച് വെള്ളം തുറന്നുവിട്ടത്. ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ബണ്ട് നിർമ്മാണം നടത്തിയ കരാറുകാർ എത്തിയാണ് ബണ്ട് പൊളിച്ചത്. ബണ്ട് കെട്ടിയതോടെ മുല്ലശ്ശേരി കനാലിൽ വെള്ളം ഉയരുകയും ഈ വെള്ളം തുറന്നുകിടന്ന തണ്ണീർക്കായൽ പാടശേഖരത്തിന്റെ ജനവാസ മേഖലയിൽ എത്തുകയും ചെയ്തു. ഹനുമാൻകാവ് മേഖലയിൽ ഒട്ടേറെ വീടുകൾ വെള്ളക്കെട്ടിലായി. 9 വീടുകൾക്കുള്ളിൽ വെള്ളം കയറി. പാടൂർ പുതുകാവ് ക്ഷേത്രം വഴിയും വെങ്കിടങ്ങ് തീരദേശ മേഖലയും വെള്ളക്കെട്ടിലായി. സാധാരണ തണ്ണീർക്കായൽ സ്ലൂയിസ് അടച്ചതിന് ശേഷം മാത്രമേ വളയം ബണ്ട് പൂർണ്ണമായും അടയ്ക്കാറുള്ളൂ. ഇത്തവണ സ്ലൂയിസ് അടയ്ക്കാതെ പൂർണ്ണമായി വളയം ബണ്ട് കെട്ടിയതാണ് വിനയായത്. ഇനി കനാലിലെ ജലനിരപ്പ് 2 അടിയോളം താഴ്ത്തി തണ്ണീർക്കായലിലേക്ക് ഒഴുകിയ വെള്ളം തിരിച്ച് കനാലിൽ എത്തിച്ചതിന് ശേഷമേ സ്ലൂയിസ് അടയ്ക്കാനാകൂ. 17.5 ലക്ഷം രൂപ ചെലവിട്ട് 100 മീറ്റർ നീളത്തിലും 4 മീറ്റർ വീതിയിലുമാണ് താൽക്കാലിക ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. വളയം ബണ്ട് പൊളിച്ചതോടെ ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കൽ ഇനിയും വൈകും. TCV ന്യൂസ്, പാവറട്ടി. ചാവക്കാട് ചേറ്റുവ ബൈപ്പാസിൽ റോഡിന് കുറുകെ ആഴ്ചകൾക്ക് മുൻപ് പണിത കാനയുടെ സ്ലാബ് തകർന്നു. സംഭവത്തെ തുടർന്ന് UDF പ്രവർത്തകർ പ്രതിഷേധിച്ചു. ദീർഘദൂര ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ ദിവസവും 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന പാതയാണ്. ആഴ്ചകളോളം എടുത്താണ് ഇവിടെ കാന നിർമ്മാണം പൂർത്തീകരിച്ചത്. റോഡിന് കുറുകെ പണിത കാനയുടെ സ്ലാബ് ഒരു വശമാണ് തകർന്ന് കമ്പികൾ പുറത്തേക്കായത്. ഇതോടെ വാഹനങ്ങൾ കടന്നുപോകുന്നതിന് തടസ്സമായി. നാട്ടുകാർ ടാർവീപ്പയും മറ്റും ഉപയോഗിച്ച് അപായ സൂചന നൽകി. വർഷങ്ങളായി ഇവിടെ കാനയില്ലാത്തതുമൂലം മഴ പെയ്താൽ വെള്ളം കെട്ടിനിന്ന് റോഡ് തകരുന്ന സ്ഥിതിയായിരുന്നു. നിരവധി പ്രതിഷേധ സമരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. കാന തകർന്നതറിഞ്ഞ് UDF പ്രവർത്തകർ പ്രതിഷേധവുമായി സ്ഥലത്തെത്തി. ചെറിയ കമ്പി ഉപയോഗിച്ചാണ് കാന പണിതതെന്നും വലിയ അഴിമതി ഇതിൽ ഉണ്ടായിട്ടുണ്ടെന്നും കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി RK നൌഷാദ് പറഞ്ഞു. ഇവിടെയുള്ള ജനങ്ങൾക്ക് ദുരിതമനുഭവിക്കുന്ന ഒരുപാട് കാലമായി കാന ഇല്ലാതെ ഒരുപാട് ആളുകളായി വളരെ ദുരിതം അനുഭവിക്കുകയാണ്. ഈ സമയത്താണ് ഇന്നലെ പണിത കാന, ഇന്നലെ ചൂടാറിയിട്ടില്ല, ഇന്നലെ പണിത കാന ഇപ്പൊ പെട്ടെന്ന് ആകെ വിണ്ടു പൊളിഞ്ഞ് എല്ലാ വാഹനങ്ങളും താഴേക്ക് വീഴാറായിട്ടുള്ള രീതിയിലാണ് ഈ കാനയുടെ സ്ലാബ് നിൽക്കുന്നത്. കമ്പിയുടെ കനം 10 mm കമ്പി ഇട്ടിട്ടാണ് ആയിരക്കണക്കിന് വാഹനങ്ങൾ പോകുന്ന ഈ റോഡില് സ്ലാബ് വളർന്നിട്ടുള്ളത്. ഈ സ്ലാബ് അഴിമതിയാണ്. ഈ സ്ലാബിന്റെ പണിയിലും ഈ കാനയുടെ പണിയിലും റോഡ് പണിയിലും അഴിമതിയുടെ കൂത്തരങ്ങൾ ഉണ്ട്. UDF പ്രവർത്തകരായ അനീഷ് പാലയൂർ, V നജീബ്, AP ഷഹീർ, റഹീം വഞ്ചിക്കടവ്, RK ഷബീർ, A അസ്ഫർ, ഹക്കീം ഇംബാറക് തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. TCV ന്യൂസ്, ചാവക്കാട്. പഴഞ്ഞി അരുവായി മുണ്ടകൻ പാടത്ത് നെല്ലിന് രോഗബാധ.
കതിരുകൾ വന്ന നെല്ലിനാണ് രോഗം ബാധിച്ചിട്ടുള്ളത്. ഇതോടെ വിളവ് കുറയുമെന്ന ആശങ്കയിലാണ് കർഷകർ. നെല്ലിന്റെ വളർച്ച മുരടിക്കുന്ന രോഗമാണ് പടരുന്നത്. ഇതോടെ പലയിടത്തും നെൽക്കതിരുകൾ പതിരാവുകയാണ്. ചെടികളുടെ ഇലകൾക്കാണ് ആദ്യം രോഗം ബാധിക്കുന്നത്. കൃഷിഭവനിൽ പലതവണ പരാതിപ്പെട്ടിട്ടും അധികൃതർ കൃത്യമായ മരുന്നുകൾ നിർദ്ദേശിക്കുന്നില്ലെന്ന് കർഷകർ പരാതിപ്പെട്ടു. രോഗം പടരാതിരിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം. കൊച്ചിൻ ദേവസ്വം ബോർഡിനെതിരെ ഗുരുതര ആരോപണം. തിരുവില്ലാമല ക്ഷേത്രത്തിന് ദാനമായി ലഭിച്ച ഭൂമി ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ സ്വന്തം പേരിലാക്കിയതായി വിജിലൻസിന് പരാതി. തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിന് ദാനമായി കിട്ടിയ 70 സെന്റ് ഭൂമി തട്ടിയെടുത്തതായാണ് പരാതി. 1/2 കോടി രൂപ വിലമതിക്കുന്ന സ്വത്താണ് ഉദ്യോഗസ്ഥൻ സ്വന്തം പേരിലാക്കിയത്. നിലവിൽ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറായ സുനിൽകുമാറിനെതിരെയാണ് പരാതി. റിട്ടയർഡ് അധ്യാപിക എ കുഞ്ഞിക്കാവു അമ്മ ക്ഷേത്രത്തിന് ഇഷ്ടദാനം നൽകിയ ഭൂമി വിറ്റ് വില്വാദ്രിനാഥ ക്ഷേത്രം നവീകരിക്കണമെന്നായിരുന്നു ഒസ്യത്ത്. എന്നാൽ മരണശേഷം ഭൂമി സ്വന്തം പേരിലാക്കി നികുതി അടച്ച ഉദ്യോഗസ്ഥൻ ഇഷ്ടദാനമായി ഭൂമി കിട്ടിയ വിവരം ദേവസ്വം ബോർഡിനെ അറിയിച്ചില്ല. ഇതോടെയാണ് വിജിലൻസിന് പരാതി നൽകിയത്. പെരിങ്ങോട്ടുകുറിശി വടക്കേ അണിയത്ത് വീട്ടിൽ കുഞ്ഞിക്കാവു അമ്മ 2017 ക്ഷേത്രത്തിനായി ഭൂമിയും പുരയിടവും എഴുതി നൽകിയത്. ഈ കാലയളവിൽ ക്ഷേത്രം മാനേജറായിരുന്ന സുനിൽകുമാർ ഭൂമി സ്വന്തം പേരിലേക്ക് മാറ്റിയെന്ന് പരാതിയിൽ പറയുന്നു. ക്ഷേത്രത്തിനായി ഭൂമി ലഭിച്ച കാര്യം ദേവസ്വത്തിനെ അറിയിക്കാതെ മറച്ചുവെക്കുകയായിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വിജിലൻസ് എറണാകുളം സെൻട്രൽ റേഞ്ച് പോലീസ് സൂപ്രണ്ടിനാണ് പരാതി ലഭിച്ചത്. നെട്ടിശ്ശേരി സ്വദേശി ഇ സരീഷാണ് പരാതിക്കാരൻ. TCV തൃശൂർ. 14 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിൽ മധ്യവയസ്കന് 5 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. എടക്കഴിയൂർ സ്വദേശി പുളിക്കൽ ഷംസുവിനെയാണ് ചാവക്കാട് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് എസ് ലിഷ ശിക്ഷിച്ചത്. പിഴ അടയ്ക്കാത്ത പക്ഷം 5 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. 2024 മെയ് മാസം 27-ന് കാർ ഡ്രൈവിംഗ് പഠിപ്പിച്ചു തരാമെന്ന വ്യാജേന പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ എന്നാണ് പ്രോസിക്യൂഷൻ കേസ്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് നിഷ സി എന്നിവർ കോടതിയിൽ ഹാജരായി. ഗുരുവായൂരിൽ യുവാവിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഏകദേശം 35-നും 40-നും ഇടയിൽ പ്രായം തോന്നിക്കുന്ന യുവാവ് പച്ച ഷർട്ടും കറുത്ത പാന്റുമാണ് ധരിച്ചിരുന്നത്. ഗുരുവായൂർ പോലീസ് എത്തി നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. എടത്തിരുത്തി കിസാൻ സർവീസ് സഹകരണ ബാങ്കിലേക്ക് UDF പ്രവർത്തകർ മാർച്ച് നടത്തി. പീഡനക്കേസിൽ പ്രതിയായ ബാങ്ക് ഡയറക്ടറെ തൽസ്ഥാനത്ത് നിന്നും നീക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് KA അഫ്സൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇൻഷാദ് വലിയകത്ത്, സലീം പോക്കാക്കിലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 7th ആനിവേഴ്സറി പ്രമാണിച്ച് ഡിസംബർ 5 മുതൽ ജനുവരി 5 വരെ തൃശൂരിൽ വീണ്ടും ഓഫറുകളുടെ പൂരം കൊടിയേറുന്നു. 30 ദിവസം 0% പണിക്കൂലിയിൽ സ്വർണം വാങ്ങുവാനുള്ള സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് 1% നൽകി അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുവാനുള്ള സൗകര്യം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തയിലേക്ക്. കയ്പമംഗലം വഴിയമ്പലത്ത് കാറുകൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. വഴിയമ്പലം സ്വദേശി പൊന്നമ്പാടി വീട്ടിൽ മൂസക്കുട്ടി, കല്ലൂർ സ്വദേശി തൈനകത്ത് വീട്ടിൽ ഷാജു എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ഇരുവരെയും കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ എടവിലങ്ങ് കാരയിൽ യുവാവിനെയും പ്രായപൂർത്തിയാകാത്ത സഹോദരനെയും ആക്രമിച്ച കേസിൽ 3 പേർ കൂടി അറസ്റ്റിലായി. കാര പുതിയ റോഡ് സ്വദേശികളായ മുല്ലപ്പറമ്പത്ത് വീട്ടിൽ ശരത്ത്, മുല്ലപ്പറമ്പത്ത് വീട്ടിൽ നന്ദകുമാർ, കിഴക്കേ വീട്ടിൽ ശരത് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ കേസിൽ പുതിയ റോഡ് സ്വദേശി കൊട്ടാരത്തിൽ വീട്ടിൽ ഉണ്ണികൃഷ്ണനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന പുതിയ റോഡ് സ്വദേശി കൈമപ്പറമ്പിൽ വീട്ടിൽ അഭിനവ്, സഹോദരൻ അശ്വന്ത് എന്നിവരെ കഞ്ചാവ് ഉപയോഗിക്കുന്നവരാണെന്ന് ആരോപിച്ച് ആക്രമിച്ചുവെന്നാണ് കേസ്. തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ദേശപ്പോര്.
രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുകയാണ് വേണ്ടതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ പറഞ്ഞു. UDF ഗുരുവായൂർ നഗരസഭാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പ്രകടന പത്രിക പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഉഭയസമ്മതപ്രകാരം എന്ത് ചെയ്താലും അത് തെറ്റല്ലെന്ന് പറയാനാകില്ല. രാഹുലിനെതിരെ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ തന്നെ പ്രഥമദൃഷ്ട്യാ അന്വേഷണം നടത്തി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി, പിന്നീട് പുറത്താക്കുകയും ചെയ്തു. എന്നാൽ സംഘടിതമായി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ചെയ്തവരെ തള്ളിപ്പറയാനോ അവർക്കെതിരെ നടപടിയെടുക്കാനോ CPM-ന് കഴിഞ്ഞിട്ടില്ല. ഹൈക്കോടതി നേരിട്ട് അന്വേഷണം നടത്തിയതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പുറത്തുവന്നത്. ഈ കേസിന്റെ അടിവേര് തേടിപ്പോയാൽ ചെന്നെത്തുന്നത് മുഖ്യമന്ത്രിയുടെ അടുത്തായിരിക്കും. ഗുരുവായൂരിൽ കോലിഭി സഖ്യം എന്നത് കള്ളപ്രചരണം മാത്രമാണ്. BJP-ക്കെതിരെ എന്നും പോരാടുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ്. താൻ KPCC പ്രസിഡന്റായിരുന്ന സമയത്ത് ഗുരുവായൂർ നഗരസഭയിൽ ഭൂരിപക്ഷം ഉറപ്പാക്കാൻ BJP അംഗത്തെ കൂട്ടുപിടിക്കാമായിരുന്നു. BJP-യുമായി കൂട്ടുവേണ്ട എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ഭരണം പോലും വേണ്ടെന്ന് വെച്ച് മുന്നോട്ടു പോയതെന്നും സുധീരൻ പറഞ്ഞു. ഗുരുവായൂരിന്റെ നല്ല നാളേക്കായി സമഗ്ര വികസനം ലക്ഷ്യമാക്കി അധികാരം അടിത്തട്ടിലേക്ക് എന്ന മുദ്രാവാക്യവുമായി UDF പ്രകടന പത്രിക പുറത്തിറക്കി. മുതിർന്ന കോൺഗ്രസ് നേതാവ് KPCC പ്രസിഡന്റ് VM സുധീരൻ പ്രകാശനം നിർവഹിച്ചു. മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ KP ഉദയൻ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി O അബ്ദുറഹ്മാൻ കുട്ടി, DCC സെക്രട്ടറി അഡ്വക്കേറ്റ് TS അജിത്, നേതാക്കളായ R രവികുമാർ, അരവിന്ദൻ പല്ലത്ത്, AT സ്റ്റീഫൻ തുടങ്ങിയവർ സംസാരിച്ചു. അധികാരത്തിലെത്തി 100 ദിവസത്തിനകം മുഴുവൻ റോഡുകളുടെയും ശോച്യാവസ്ഥ പരിഹരിക്കുക, നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലുമുള്ള വെള്ളക്കെട്ട് തടയുന്നതിന് പ്രത്യേക കർമ്മ പദ്ധതി ആവിഷ്കരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പ്രകടന പത്രികയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇരിങ്ങാലക്കുട നഗരസഭാ തെരഞ്ഞെടുപ്പിൽ 3 മുന്നണികളും വിജയപ്രതീക്ഷയിലാണെന്ന് നേതാക്കൾ പറഞ്ഞു. ഇരിങ്ങാലക്കുട പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു നേതാക്കൾ. ഇരിങ്ങാലക്കുട നഗരസഭയിൽ 3-2 ഭൂരിപക്ഷം നേടി. ഭരണത്തുടർച്ച ഉണ്ടാകുമെന്ന് UDF നേതാവും ചെയർമാൻ സ്ഥാനാർത്ഥിയുമായ MP ജാക്സൺ പറഞ്ഞു. ടൗൺ ബാങ്ക് റിസർവ് ബാങ്ക് ഏറ്റെടുക്കുന്നതിനു മുൻപ് ഒരു നിക്ഷേപകന് പോലും പണം ലഭിക്കാതെ വന്നിട്ടില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങളിൽ തുരങ്കം വെച്ചത് ഇടതുപക്ഷവും BJP-യും ചേർന്നാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇരിങ്ങാലക്കുട നഗരസഭയിൽ 30 വാർഡുകൾ നേടി അധികാരത്തിൽ തിരിച്ചുവരുമെന്ന് CPM ഏരിയ സെക്രട്ടറി VA മനോജ് കുമാർ പറഞ്ഞു. നിയോജക മണ്ഡലത്തിൽ 7 പഞ്ചായത്ത് ഭരിക്കുന്ന LDF നിരവധി വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയപ്പോൾ ഇരിങ്ങാലക്കുട നഗരസഭയിൽ വികസന പ്രവർത്തനങ്ങൾ ഒന്നും നടന്നില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകൾ അതിനുദാഹരണമാണെന്നും മനോജ് കുമാർ പറഞ്ഞു. 31 സീറ്റുകൾ നേടി BJP അധികാരത്തിൽ വരുമെന്ന് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം സെക്രട്ടറി TK ഷാജു പറഞ്ഞു. LDF-ഉം UDF-ഉം ഇരിങ്ങാലക്കുടയിൽ ഒത്തുകളിച്ച് വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. ലക്കിടി പേരൂരിൽ തെരഞ്ഞെടുപ്പ് അംഗം മുറുകുമ്പോൾ മൊബൈൽ ചിഹ്നത്തിൽ ജനവിധി തേടുന്ന പ്രിയ രാജേഷ് വേറിട്ട സാന്നിധ്യമായി മാറുന്നു. ഓട്ടൻതുള്ളൽ കലാകാരി എന്ന നിലയ്ക്കാണ് പ്രിയ രാജേഷ് വേറിട്ട് സാന്നിധ്യം അറിയിക്കുന്നത്. കലയ്ക്കൊപ്പം പൊതുപ്രവർത്തനവും വഴങ്ങുമെന്ന് തെളിയിക്കാനായി തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുമ്പോൾ തന്നെ ജയിപ്പിച്ചാൽ 20 വർഷത്തോളമായി പ്രതിപക്ഷ വാർഡായി നിലകൊള്ളുന്ന വാർഡുകളിൽ യഥാർത്ഥ വികസനം എത്തിക്കാനാകുമെന്നാണ് വോട്ടർമാർക്ക് നൽകുന്ന ഉറപ്പ്. ആദ്യഘട്ട വോട്ടഭ്യർത്ഥന പൂർത്തിയാക്കിയ പ്രിയ 4 മാസങ്ങൾക്ക് മുൻപ് ഹൈദരാബാദിലും മുംബൈയിലും ഏറ്റ പ്രോഗ്രാമുകൾ കഴിഞ്ഞ് വീണ്ടും പ്രചാരണ രംഗത്ത് മുന്നേറുകയാണ്. ഹൈദരാബാദിൽ രാഷ്ട്രപതി നിലയത്തിൽ നടന്ന ഭാരതീയ കലാമഹോത്സവത്തിലും പങ്കെടുത്ത ശേഷമാണ് തിരികെ എത്തിയത്. പ്രസിദ്ധ തുള്ളൽ കലാകാരനായ രാജേഷ് കുഞ്ചൻ സ്മാരകത്തിന്റെ സഹധർമ്മിണിയാണ് പ്രിയ. TCV ന്യൂസ്, തിരുവില്ലാമല. കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, മറ്റൊരു നിവൃത്തിയുമില്ലാത്തത് കാരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പുറത്താക്കിയതെന്ന് റവന്യൂ മന്ത്രി K രാജൻ പറഞ്ഞു. കുന്നംകുളം നഗരസഭ ആർത്താറ്റ് ഈസ്റ്റ് വാർഡിലെ LDF സ്ഥാനാർത്ഥി സുജ ജേസന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയതായിരുന്നു അദ്ദേഹം. കോടതി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെന്ന് വരികൾക്കിടയിലൂടെ പറഞ്ഞിരിക്കുകയാണെന്നും അവസാന നിമിഷം വരെ പീഡനത്തിൽ പ്രതിയാണെന്ന് ബോധ്യപ്പെടുന്ന ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ള ജനപ്രതിനിധിയെ സംരക്ഷിച്ചു എന്നതിന്റെ ചരിത്രത്തിലായിരിക്കും കോൺഗ്രസിനെ രേഖപ്പെടുത്തുക എന്നും അദ്ദേഹം പറഞ്ഞു.
ഗുരുവായൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയിൽ കുടുംബാധിപത്യമെന്ന് വിമതൻ. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഇരട്ട നീതി പുലർത്തുന്ന ബി.ജെ.പി നയം വ്യക്തമാക്കണമെന്നും മുൻ ജില്ലാ കമ്മിറ്റി അംഗവും 34-ാം വാർഡിലെ വിമത സ്ഥാനാർത്ഥിയുമായ കെ സുമേഷ് കുമാർ ആവശ്യപ്പെട്ടു. തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് ഇരട്ട നീതിയാണെന്നും സുമേഷ് പറഞ്ഞു. കാരണം ഗുരുവായൂർ നഗരസഭയിലെ വാർഡ് 23-ൽ മത്സരിക്കുന്ന ഉണ്ണികൃഷ്ണൻ എന്ന സ്ഥാനാർത്ഥി, അദ്ദേഹം തേലമ്പറ്റ കുടുംബത്തിനെ പ്രതിനിധീകരിച്ചിട്ടുള്ള കുടുംബത്തിലെ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഫാദർ, അച്ഛൻ, ഗുരുവായൂർ നഗരസഭയിലെ ചാമുണ്ടേശ്വരി വാർഡിൽ മത്സരിക്കുന്ന പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. നഗരസഭയുടെ ഗുരുവായൂർ മണ്ഡലത്തിലെ വൈസ് പ്രസിഡൻ്റാണ് അദ്ദേഹം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സഹോദരി ഗുരുഭവനപുരി വാർഡിൽ നിന്നും മത്സരിക്കുന്ന തേലമ്പറ്റ കുടുംബത്തിൽപ്പെട്ട ശ്രീമതി ശോഭ ഹരിനാരായണൻ, അവരും പാർട്ടിയുടെ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരു ഔദ്യോഗിക സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെ പത്നി തേലമ്പറ്റയിലെ തന്നെ കുടുംബത്തിലെ ഒരു അംഗം തന്നെയാണ്. മഞ്ജുലാൽ വാർഡിൽ നിന്നും ജനവിധി തേടുന്നു. ഇത്രയും 3 ആളുകൾ പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് പാർട്ടിയുടെ യുവമോർച്ചയുടെ ഒരു ഭാഗം പ്രധാനപ്പെട്ട ഭാരവാഹിത്വം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി തീർത്തും പാർട്ടിയുടെ ഔദ്യോഗികമായ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന വാർഡിൽ പാർട്ടി വിപ്പോടുകൂടി പാർട്ടി അംഗീകാരത്തോടുകൂടി താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്ന വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിമതനായി മത്സരിക്കുന്നു. എന്നിട്ട് യാതൊരുവിധ നടപടികളും അവർക്ക് നേരെയില്ല. ഇത് ബി.ജെ.പിയിൽ ഇതെന്താണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളത് ബി.ജെ.പിയിലെ പ്രവർത്തകരും ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളും വിലയിരുത്തണം. ഇതാണ് പറയുന്നത് കുടുംബാധിപത്യമാണെന്ന്. ആരാധനായ നരേന്ദ്രമോദിജി കുടുംബാധിപത്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവർ പ്രവർത്തിച്ച് കാണിക്കേണ്ട, താഴെത്തട്ടിലുള്ള ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടവ, ഉന്നതമായിട്ടുള്ള പാർട്ടി സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ തന്നെ അവരുടെ ആ ഒരു സ്വാധീനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങുന്നതാണ് എന്നെ പോലുള്ള എളിയ പ്രവർത്തകർക്ക് ആ പാർട്ടിയിൽ നേരിട്ടിട്ടുള്ളത്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. സദാചാരനിഷ്ഠയും സമത്വവും സാഹോദര്യമുള്ളവരും ജനകീയ പ്രശ്നങ്ങളിൽ സത്യസന്ധതയോടെ പ്രവർത്തിക്കുന്നവരുമായ സ്ഥാനാർത്ഥികളെയാണ് തെരഞ്ഞെടുക്കേണ്ടതെന്ന് ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ പറഞ്ഞു. ഇരിങ്ങാലക്കുട രൂപത പാസ്റ്ററൽ കൌൺസിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിഷപ്പ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജാഗ്രതയോടെ വോട്ട് ചെയ്യണമെന്നും വിശ്വാസി സമൂഹത്തോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ജനാധിപത്യത്തിൽ പൌരന്മാരുടെ സുപ്രധാന കടമയാണ് സമ്മതിദാന അവകാശം രേഖപ്പെടുത്തുക എന്നത്. ഒരൊറ്റ വോട്ടും നഷ്ടപ്പെടുത്തരുത്. വോട്ട് ചെയ്താൽ മാത്രം പോരാ, മറ്റുള്ളവരെയും വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കണമെന്നും ബിഷപ്പ് ആഹ്വാനം ചെയ്തു. ഗൾഫ് നാടുകളിലെ സീറോ മലബാർ സഭാംഗങ്ങളുടെ അപ്പസ്തോലിക് വിസിറ്ററായി ലയോ പാപ്പ നിയമിച്ച രൂപതാംഗവും വികാരി ജനറലുമായ മോൺസിഞ്ഞോർ ജോളി വടക്കനെ വിശ്വാസി സമൂഹത്തിന്റെ പേരിൽ മാർ പോളി കണ്ണൂക്കാടൻ അനുമോദിച്ചു. മോൺസിഞ്ഞോർ ജോളി വടക്കൻ, മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ, മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ, പാസ്റ്ററൽ കൌൺസിൽ ജനറൽ സെക്രട്ടറി ഫാദർ ഡോക്ടർ റിജോയ് പഴയാറ്റിൽ, സെക്രട്ടറി ജിയോ വട്ടേക്കാടൻ തുടങ്ങിയവർ സംസാരിച്ചു. മാതാവിനെ അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരുമായിട്ടുള്ള പറപ്പൂർ കീരിപ്പാലത്തിന് സമീപം കാൽനട യാത്രക്കാരായ 2 പേർക്ക് തേനീച്ച കുത്തേറ്റു. പറപ്പൂർ സ്വദേശികളായ ചിറ്റിലപ്പള്ളി കുന്നത്ത് വീട്ടിൽ ജോജോ, പനക്കൽ വീട്ടിൽ ആദർശ് എന്നിവർക്കാണ് കുത്തേറ്റത്. തേനീച്ചകളുടെ ആക്രമണം ഉണ്ടായ ഉടൻ ജോജോ ഓടി രക്ഷപ്പെട്ടെങ്കിലും ആദർശിന് രക്ഷപ്പെടാൻ സാധിച്ചില്ല. തേനീച്ചകൾ കൂട്ടമായി പൊതിഞ്ഞു. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പറപ്പൂർ ആക്ട്സ് പ്രവർത്തകരാണ് അതിസാഹസികമായി ആദർശിനെ തേനീച്ചക്കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. പരിക്കേറ്റ ഇരുവരെയും ആക്ട്സ് പ്രവർത്തകർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ചാവക്കാട് തിരുവത്ര പുത്തൻകടപ്പുറം കടലിൽ മത്സ്യബന്ധനത്തിനിടെ തൊഴിലാളി കുഴഞ്ഞു വീണു മരിച്ചു. പുത്തൻകടപ്പുറം ഏസിപ്പടി സ്വദേശി മടൈപ്പൻ വലിയ കുഞ്ഞുമോൻ മകൻ 55 വയസ്സുള്ള സുലൈമാനാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ മത്സ്യബന്ധനത്തിന് പോയ റോയൽ വള്ളത്തിലെ തൊഴിലാളിയായിരുന്നു സുലൈമാൻ. കടലിൽ വെച്ച് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കെ ബിന്ദു ടീച്ചർ സ്മാരക സമിതിയുടെ 5ാം വാർഷികവും അനുസ്മരണവും കൊടുങ്ങല്ലൂരിൽ നടന്നു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി മൊയ്തീൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് NV ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബക്കർ മേത്തല അവാർഡ് സമർപ്പണം നിർവഹിച്ചു. ഡോക്ടർ ടി എ സുലേഖ അനുസ്മരണം നടത്തി. നവാസ് പടുവിലങ്ങൽ, റസാഖ് ചിറക്കൽ, വിബിനേഷ്, PS ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഓൾ ഇന്ത്യ കോൺഫെഡറേഷൻ ഓഫ് SC/ST ഓർഗനൈസേഷൻസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറിന്റെ 69ാമത് സ്മൃതി ദിനം കൊടുങ്ങല്ലൂരിൽ ആചരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി PV നടേശൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സന്തോഷ് കൊടുങ്ങല്ലൂർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വനിതാ വിംഗ് വൈസ് പ്രസിഡന്റ് വിജയമ്മ നടേശൻ, താലൂക്ക് പ്രസിഡന്റ് KV സുരേഷ്, CS സുമേഷ് എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ ബഡ്സ് BRC സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുടെ കായിക മത്സരം കുന്നംകുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിജിത്ത് K ദീപക് അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം നഗരസഭാ സെക്രട്ടറി KK മനോജ്, അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർമാരായ KK പ്രസാദ്, K രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ 20 ബഡ്സ് BRC സ്ഥാപനങ്ങളിലെ 200ഓളം കായിക പ്രതിഭകളാണ് മത്സരങ്ങളിൽ പങ്കെടുത്തത്. തയ്യാറാക്കി നിർത്തുക. KSRTC ബസ്സിൽ വെച്ച് 34,000 രൂപയടങ്ങിയ പേഴ്സ് മോഷ്ടിച്ച കേസിൽ പൊള്ളാച്ചി സ്വദേശിനികളെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ രാജേശ്വരി, മാരി എന്നിവരാണ് പിടിയിലായത്. പുത്തൂർ പുത്തൻകാട് സ്വദേശിനിയുടെ പേഴ്സാണ് ഇവർ മോഷ്ടിച്ചത്. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,930 രൂപ, പവന് 95,440 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. ഉപ്പുവെള്ളം കയറാതിരിക്കാനായി നിർമ്മാണം പൂർത്തിയാക്കിയ ഇടിയഞ്ചിറ വളയം ബണ്ട് പൊളിച്ചു. മുല്ലശ്ശേരി കനാലിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയും സമീപത്തെ വീടുകൾ വെള്ളക്കെട്ടിലാവുകയും ചെയ്തതിനെ തുടർന്നാണ് വളയം ബണ്ട് പൊളിച്ചത്. ചാവക്കാട് ചേറ്റുവ ബൈപ്പാസിലെ കാനയുടെ സ്ലാബ് തകർന്നു. ആഴ്ചകൾക്ക് മുൻപ് പണിത കാനയുടെ സ്ലാബ് തകർന്നതിനെതിരെ UDF പ്രവർത്തകരുടെ പ്രതിഷേധം. പഴഞ്ഞി അരുവായി മുണ്ടകൻ പാടത്ത് നെൽകൃഷിക്ക് രോഗബാധ. നെല്ലിന്റെ വരൾച്ച മുരടിക്കുന്ന രോഗമാണ് പാടത്ത് പടരുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡിനെതിരെ ഗുരുതര ആരോപണം. തിരുവില്ലാമല ക്ഷേത്രത്തിന് ദാനമായി ലഭിച്ച ഭൂമി ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ സ്വന്തം പേരിലാക്കിയതായി വിജിലൻസിന് പരാതി.
14 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ മധ്യവയസ്കന് 5 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും ശിക്ഷ. എടക്കഴിയൂർ സ്വദേശി ഷംസുവിനെയാണ് ചാവക്കാട് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.